എറണാകുളം ജില്ലയിൽ 4 സെന്റ് സ്ഥലത്ത് നല്ലൊരു ലൊക്കേഷനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീട്, അതും 65 ലക്ഷം രൂപയ്ക്ക്. കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? അങ്ങനെ ഒരു വീടാണെന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് ഈ ഒരു വീട് വരുന്നത്. ആലുവ UC കോളേജിൽ നിന്നും വെറും 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ നോക്കിയാലോ, വെറും 3.7 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.4 കിലോമീറ്ററും. ഇൻഫോ പാർക്ക് കാക്കനാട് ഭാഗങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 20 കിലോമീറ്റർ വരുന്നുണ്ട്. എടപ്പള്ളിക്ക് 14. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് എയർപോർട്ടാണ്. വെറും 11 കിലോമീറ്റർ ആണ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വഴി നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴിയാണ്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ബ്രിക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളും കൂടെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ മിനിമൽ ആയിട്ട് കൊടുത്ത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് 65 ലക്ഷം രൂപയുടെ ഈ ഒരു വീടിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിലും കൂടെ നിങ്ങൾക്ക് രണ്ടാമതൊരു കാറിന് പാർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഏരിയ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ വാട്ടറിനുള്ള സോഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KWയുടെ വാട്ടർ കണക്ഷൻ ആണ്. ആലുവ പമ്പിംഗ് സ്റ്റേഷൻ വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം സുലഭമായിട്ട് വെള്ളം ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും വൈഡ് ആയ ഏരിയ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങൾ കാണുന്നത്. കാർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിച്ചണിന്റെ ബാക്ക് സൈഡ് ഒക്കെയാണ്. നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. വീടിന് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാം. ബ്ലാക്ക് കളറിലെ ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പോർഷനുകളിലെല്ലാം തന്നെ നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പവർ ഇന്ററപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. മെയിൻ ഡോറ് ഈ കാണുന്ന ഡിസൈനിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ ആണ് വരുന്നത്. വിൻഡോസ് നമുക്ക് നോക്കാം. 2 സൈഡിലായിട്ടാണ് 4+3 ആ ഒരു റേഷ്യോയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 14 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഇൻവെർട്ടർ പോയിന്റും TV വെക്കാനുള്ള ലൈനെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വാഷ് ബേസിൻ ആയിട്ടുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെയൊക്കെ നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാനായിട്ടുള്ളൂ. ഇങ്ങോട്ട് പോയാൽ ഡൈനിങ് ഹാൾ ആണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. 13 അടി നീളവും 12.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് വരുന്നത്. ഭംഗിയായിട്ട് ഗ്രേ കളർ ഡിസൈനർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. റൗണ്ടോ സ്ക്വയറോ ഏത് ഷേപ്പിലുള്ള ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. 13 അടി നീളവും 12.5 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന്റെ സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്. വർക്കുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കിച്ചൺ നമുക്കൊരു ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ഡോർ ഇതുപോലെ ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾക്ക് കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. ഗ്രേ കളറിലെ ടൈലാണ് വരുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലെ ഡിസൈൻ വരുന്ന ടൈലാണ്. 2 ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ആയിട്ട് ചെറിയ ബർത്ത് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് വേറെയും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇതുപോലെയാണ് ഇവിടുത്തെ ഹാള് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് ഉണ്ട്. ഈ ഒരു കോർണർ പോർഷനിൽ നമുക്ക് TV ഒക്കെ വെക്കാനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി ആണെങ്കിലും ഭംഗിയായിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്.
റൂഫിൽ നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് പെയിന്റ് ആണ് വരുന്നത്. ഇതേപോലെ നമുക്കൊരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ട് എയർ ഹോൾ ഫെസിലിറ്റി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ജസ്റ്റ് ഫിനിഷ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്യാത്തത്. ബാത്റൂമിലും ഭംഗിയുള്ള ടൈലാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെറയിലും ജാഗുവാറിലുമാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്ക് ഇനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടി നീളവും 9 അടി വീതിയിലുമാണ് ഈ കാണുന്ന ബെഡ്റൂം സൈസ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും എയർ ഹോൾ ഫെസിലിറ്റി ഉണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ബ്രൗൺ കളറിൽ നല്ലൊരു ഡിസൈനർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റിക്കായിട്ട് നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ നമുക്ക് പറ്റുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് റോഡിന് അടുത്തുമാണ്. അതേസമയം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല ഗ്രീനിഷ് ആയ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ UC കോളേജിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. എടുത്തു പറയേണ്ടത് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 3.5 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 11 കിലോമീറ്റർ. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 ലാക്സ് ആണ് വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ്. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിലും ഈ കാണുന്ന വീട് സ്വന്തമാക്കാവുന്നതാണ്. മാർബിൾ ഹോംസ് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ മെസ്സേജ് ഒന്ന് വാട്സപ്പിൽ അയച്ചിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ എങ്ങനെ പെട്ടെന്ന് വിളിക്കുകയല്ലേ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.